എടാ നിന്റെ അടുത്തൊക്കെ ഞാൻ എത്ര നാളോട്ട് പറയണം എന്റെ വയ്യാതിറങ്ങണ ശൈലേഷ മാമനെ പോയി ഒന്ന് കാണാൻ. എന്റെ പൊന്നു മക്കളെ, അങ്ങേരെ കാലിനെ വയ്യായിക്കൊള്ളു, നാക്കിന് ഒരു കുരുവില്ല, തലവെച്ച് കൊടുക്കരുതേ. എന്തോന്ന് വെച്ചാ ഇത്, വയ്യാത്ത കിടക്കണ ഒരാളല്ലേ. അമ്മ, നമ്മൾ ഇപ്പൊ തന്നെ അപ്പൂപ്പനെ കാണാൻ പോകുന്നു. നല്ല മക്കള്. പൂച്ചാണ്ടി മക്കളെ ചത്തോന്നറിയാൻ വേണ്ടി വന്നാടാ. ഏതായാലും അപ്പൂപ്പൻ തീർന്നിട്ടില്ലെന്ന് മനസ്സിലായി. മൂക്കില് പഞ്ഞിയൊന്നും വെച്ചിട്ടില്ലല്ലോ. നന്ദിയില്ലാത്ത വർഗങ്ങള്, നിന്നെയൊക്കെ എന്തുമാത്രം തോളിട്ട് നടന്നെന്നറിയാമോ? ഒരു കാര്യം ചെയ് അപ്പൂപ്പനെ, നമ്മൾ രണ്ട് തോളിലോട്ടങ്ങ് കയറി. അപ്പൊ നമ്മളെ വെച്ച് നടന്നിട്ടല്ലേ ഉള്ളൂ, നമ്മൾ 2 റൗണ്ട് കൊണ്ട് ഓടാം. 1 മാസം മുമ്പേ എന്റെ കാല് ഓപ്പറേഷൻ ആയിരുന്നു, അറിഞ്ഞായിരുന്നാ? പിന്നെ അറിയാണ്ട് അന്നേരം നമ്മൾ തിയേറ്ററിൽ കരഞ്ഞോണ്ടിരിക്കുന്നു. ഓപ്പറേഷൻ തീരല് നീ കൊണ്ടായിരുന്ന? അനസ്തേഷ്യ അമ്മ തന്നപ്പോഴേ ബോധം പോയില്ലേ? അറിഞ്ഞില്ലടാ നായിക്കിടാക്കളെ. ഓപ്പറേഷൻ തിയേറ്ററിലല്ല, സിനിമാ തിയേറ്ററിൽ ദൃശ്യത്തിന്റെ ക്ലൈമാക്സ് കണ്ട് അറിഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. നായ്ക്ക് പറഞ്ഞത് നായ്ക്കാട്ടാവാതിരിക്കൂലല്ല. സത്യം, അപ്പൂപ്പന് കിട്ടിയേക്കുന്ന അപ്പൂപ്പന്റെ അച്ഛന്റെ സ്വഭാവമാണെന്ന് നമ്മൾ അച്ഛൻ എപ്പോഴും പറയും. അച്ചട്ട, ഒരു ദിവസം ഞാൻ 10-20 ഗുളിക കഴിക്കും. നിന്റെ തന്ത എന്ന് പറയുന്ന ഒരുത്തൻ എനിക്ക് എന്തെങ്കിലും സഹായം? ഇനിയിപ്പോ അപ്പൂപ്പ കഴിക്കണ പകുതി ഗുളിയെ അച്ഛന്റെ അടുത്ത് കഴിക്കാൻ പറയാം, ഒരു സഹായാവൂലേ? ഞാൻ ഒന്ന് വീണുപോയാ പിടിച്ചെണിപ്പിക്കാൻ ഒരു കഴിവുകളുമില്ല. അപ്പൂപ്പ, നിങ്ങൾ ഈ ചെറ്റ വർത്താനം പറഞ്ഞാലേ സഹായിക്കാൻ പറഞ്ഞവര് തറയിൽ കിടക്കുമ്പോ അവിടെ ഇട്ട് ചവിട്ടിക്കൂട്ടേ ഉള്ളൂ. അറിയപ്പോടാ അവരാധികളെ. അച്ഛ അപ്പോഴേ പറഞ്ഞാണ് തലവെക്കല്ലേന്ന്. അപ്പൂപ്പ, ഞങ്ങൾ ഇറങ്ങിയാണ്. വരണ വിഷുവിന് കൈനീട്ടം വാങ്ങാൻ വരാം. ഒന്നാതി കൈനീട്ടം ഞാൻ തൊലിച്ചു തരാം. ഓ